ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാം. നമുക്ക് AI യൂസ് ചെയ്തിട്ട് പ്രസന്റേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇത് ഗാമ എന്നുള്ളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്താണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതിന്റെ ഡയറക്റ്റ് ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഗാമ എന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഓൾറെഡി ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഇത് സൈൻ അപ്പ് ചെയ്യണം. ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ AI എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്ത് അത് എൻഹാൻസ് ചെയ്യുക. നമ്മൾ ഈ ജനറേറ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്തിനെ കുറിച്ചാണ് നമ്മുടെ പ്രസന്റേഷൻ വേണത് കൊടുക്കുക. ഇപ്പൊ അബൌട്ട് ഫോട്ടോഷോപ്പ് എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. ജനറേറ്റ് ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് ഓട്ടോമാറ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് 8 കാർഡ്സ് ഉണ്ട് ടോട്ടലി. നമ്മൾ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ പ്രസന്റേഷൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് PPT പ്രസന്റേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുക. അൺസ്പ്ലാഷ് ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് വരുന്നത് ഇമേജസ് ഒക്കെ. അതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇമേജ് കാര്യങ്ങൾ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യും.